വേടനെതിരെ പരാമർശം നടത്തിയ കേസിൽ കേസരി മുഖ്യ പത്രാധിപർ NR മധുവിന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. കൊല്ലം കിഴക്കേക്കല്ലട സ്റ്റേഷനിലായിരുന്നു കേസ്. NR മധുവിന്റെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തി. എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചുതന്നെ നിൽക്കുന്നുവെന്ന് NR മധു പറഞ്ഞു. വേടനെന്ന കലാകാരനെയല്ല, വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നത്. പാലസ്തീൻ പതാക വെച്ച് പാടുന്ന രാഷ്ട്രീയം ഈ രാജ്യത്തിന്റെ ദേശീയ ഐക്യത്തിന് അനുകൂലമാണെന്ന് കരുതുന്നില്ല. വേടനെ മുൻനിർത്തി ഹൈന്ദവ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും NR മധു പറഞ്ഞു. വേടനെതിരായി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഉറച്ചിരിക്കുന്നുണ്ട്. യാതൊരു സംശയവുമില്ല. ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ വേടൻ എന്ന കലാകാരനെ അല്ല എതിർക്കുന്നത്. വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ്. പാലസ്തീൻ പതാക പുതച്ചുകൊണ്ട് പാടുന്ന രാഷ്ട്രീയം അത് ഈ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യത്തിന് അനുകൂലമാണെന്ന് ഞാൻ കരുതുന്നില്ല. ചോര കുടിച്ച് ദാഹം മാറാത്ത പുലികൾ അലഞ്ഞു നടക്കുന്നതിനെക്കുറിച്ച് പാടുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച LTT എന്ന് പറയുന്ന ഭീകര സംഘടനയെക്കുറിച്ചാണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുദ്ധൻ എന്ന് പറയുന്ന സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകത്തെ ചോര കുടിച്ച് അലയുന്ന മറ്റൊരു പ്രതീകമായിട്ട് അവതരിപ്പിക്കുകയും സ്വന്തം വളർത്തുപട്ടിക്ക് ബുദ്ധൻ എന്ന പേരിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മ്യാൻമറിൽ നിന്ന് വരുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന നയമാണ് എന്ന് മനസ്സിലാക്കാനും സാമാന്യ ബുദ്ധി മതിയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ വിഘടനവാദികളാണെന്ന് താങ്കൾ പ്രസംഗിക്കുകയും അതിനുശേഷം നടന്ന സകല ഇന്റർവ്യൂകളിലും താങ്കൾ പറയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലൊരു വിഘടനവാദത്തിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടെങ്കിൽ നിയമപരമായി താങ്കൾ കൂടെ നിശ്ചയമായിട്ടും അത് നിയമപരമായി നേരിടേണ്ടതാണ്. അതിന് ഈ രാജ്യത്ത് ധാരാളം സംവിധാനങ്ങളുണ്ട്. നമ്മുടെ പോലീസുണ്ട്, അധികൃതരുണ്ട്. ആ അധികൃതരുടെ മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കുക എന്നതാണ് ഒരു പ്രസംഗകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ട കാര്യം. അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യം എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ താങ്കൾ ഇന്റർവ്യൂകളിലെ പ്രസംഗത്തിലും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് വേടന്റെ പാണനല്ല പറയാനല്ല എന്ന വരി. ആ വരി അത് യഥാർത്ഥത്തിൽ ജാതിയിലേക്ക് എതിരായുള്ള ഒരു വരികളല്ല. പാണനല്ല, ഞാൻ പാണനല്ല, പറയാനല്ല, പുലേനല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്താണ് എന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കും അറിയാം. എന്താണെന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ സമൂഹത്തിൽ ഈ ആധുനിക കാലത്ത് നമ്മൾ ജാതിയെ മറന്നു തുടങ്ങി, ജാതീയമായ വിവേചനങ്ങളെ മറന്നു തുടങ്ങിയതാണ്. ഇത് സത്യത്തിൽ ഇത്തരം ജാതി വിവേചനങ്ങളെ അരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടി ആവർത്തിച്ച് പറയലാണ് എന്ന് സാമാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയ നടക്കുന്ന ചർച്ചയിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾക്കെതിരെയാണ് താങ്കളുടെ പ്രസംഗം എന്ന് ഒരു തരത്തിലുള്ള സംസാരമുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? അത് ആ ഒരു വാദം തന്നെ. എന്താണ് ഈ പറയുന്ന റാപ്പ് സംഗീതത്തിലൂടെ വേടൻ എന്ന് പറയുന്ന കലാകാരനെ കൊണ്ട് മറ്റുള്ളവർ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം ഈ ഹൈന്ദവ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവും അനൈക്യവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം വേടനെ മുൻനിർത്തി നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ആധുനിക കാലത്തും ഇത്തരം ജാതിവാദങ്ങൾ ഉയർത്തുന്നത്. ഇപ്പം സ്റ്റേഷൻ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇനിയും ഉള്ള അങ്ങയുടെ ഈ നിലപാട് തുറന്നു പറയുന്നതിന് ഞാൻ ഇന്നല്ല കാലങ്ങളായി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും.